പ്രിയമുള്ളവരെ, വചനജ്വാല 1516 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 25 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ജപമാല മാസം 25 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 38 അധ്യായം 24 മുതൽ 34 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ജോലിയും ജ്ഞാനവും. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും? അവൻ ഉഴുവുചാലുകളെപ്പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള വിഗ്രഹങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു. ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ. അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കിക്കളയുന്നു. ഉലയിലെ ചൂടേറ്റ് അവൻ ഇല്ലാതാവുകയാണ്. കൂടമടിക്കുന്ന ശബ്ദമാണ് അവന്റെ കാതുകളിൽ. അവന്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു. അവൻ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ്. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. അവൻ സർവദാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു. അവൻ എണ്ണം നോക്കിയാണ് അവന്റെ പ്രയത്നം നിർണയിക്കുന്നത്. അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു. കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു. മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു. തീച്ചൂള വൃത്തിയാക്കുന്നതിനും അവൻ ശ്രദ്ധിക്കുന്നു. ഇവരെല്ലാം കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോരുത്തരും തന്താങ്ങളുടെ തൊഴിലിൽ സമർത്ഥരാണ്. അടുത്ത അവരെ കൂടാതെ നഗരം പണിയാനാവില്ല. ആളുകൾക്ക് ഇവിടെ വരുന്നതിനോ താമസിക്കുന്നവനോ സാധിക്കുകയില്ല. എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല. പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല. ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല. വിധിപ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല. അനുശാസനമോ വിധിപ്രസ്താവമോ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല. ആപ്തവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല. എന്നാൽ ലോകത്തിന്റെ ഘടന അവർ നിലനിർത്തുന്നു. തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ക്രിസ്പിനെയും വിശുദ്ധ ക്രിസ്പീരിയാനോയും അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഗോളിൽ സുവിശേഷ മിഷൻ പ്രവർത്തനത്തിന് പോയ 2 റോമൻ സഹോദരരാണ് ഇരുവരും. പകൽ സമയം സുവിശേഷ വേല ചെയ്ത് അനേകരെ മാനസാന്തരപ്പെടുത്തുകയും രാത്രി ചെരുപ്പ് കുത്തി ഉപജീവനം കഴിച്ചു വരികയും ചെയ്തു. ഇവരുടെ മാതൃകാ ജീവിതം
നിസ്വാർത്ഥത, ദൈവസ്നേഹം, സ്ഥാനമാനങ്ങളോടുള്ള അവജ്ഞ ഇവയും അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി. കുറെ കഴിഞ്ഞപ്പോൾ മാക്സിമിയൻ ചക്രവർത്തിയുടെ ചെവിയിൽ ക്രിസ്പിൻ സഹോദരങ്ങൾ ജനങ്ങളുടെ വഴി തെറ്റിക്കുന്ന അറിയിപ്പ് ലഭിച്ചു. അന്ധവിശ്വാസിയായ ചക്രവർത്തി ഗവർണറുടെ അടുത്തേക്ക് ഇരുവരെയും അയക്കുകയും ഗവർണർ വെള്ളത്തിൽ മുക്കിയും തിളപ്പിച്ചും കൊല്ലാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അവരെ കൊല്ലാൻ സാധിക്കാതെ വന്നപ്പോൾ ഗവർണർ നിരാശയോടെ ചിതയിൽ ചാടി മരിച്ചു. ഉടനെ ചക്രവർത്തി ഇരുവരുടെയും ശിരസ് ഛേദിക്കുവാൻ കൽപ്പിക്കുകയും അങ്ങനെ ഇരുവരും രക്തസാക്ഷിത്വ മകുടം ചൂടുകയും ചെയ്തു. അവരുടെ കബറിടങ്ങളിൽ ഒരു ചാപ്പൽ പണിയുകയും ഷൂ ഉണ്ടാക്കുന്നവരുടെയും ചെരുപ്പു കുത്തികളുടെയും മധ്യസ്ഥരായി ഇവർ വണങ്ങപ്പെടുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ധീര രക്തസാക്ഷികളായ വിശുദ്ധ ക്രിസ്പിന്റെയും വിശുദ്ധ ക്രിസ്പീരിയന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.